ശബ്ദിക്കാൻ, പ്രതിഷേധിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയല്ല, ഒരു നേതാവിന്റെ പോലും ആവശ്യമില്ല ഇക്കാലത്ത്. വാൾസ്ട്രീറ്റ് പിടിച്ചെടുക്കൽ മുതൽ അറബ് ഭരണകൂട മാറ്റം തൊട്ട് ഡൽഹി ഇന്ത്യ ഗേറ്റ് വരെ ഇതിനുള്ള ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. എന്നാൽ ഇതുപോലുള്ള ഒരു ജനകീയ പ്രക്ഷോഭം എന്നെങ്കിലും ഒരിക്കൽ കേരളത്തിൽ സാധ്യമാകും. സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ എത്രത്തോളം കേരളത്തിന്റെ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുന്നുണ്ട്? ഫേസ്ബുക്ക് വിപ്ലവത്തിന്റെ പാതയിലാണോ മലയാളി? അതോ ഒരു ലൈക്കിലും ഷെയറിലും ഒതുങ്ങുന്നതാണോ ശരാശരി മലയാളിയുടെ പൗരധർമ്മം, ധാർമ്മിക ബോധം? ഞങ്ങൾക്കും പറയാനുണ്ട്. ഈ ആഴ്ച ഈ വിഷയം ചർച്ച ചെയ്യുന്നു. പാനലിൽ എഴുത്തുകാരനും സംവിധായകനും നടനുമായ ശ്രീ മധുബാൽ, കോൺഗ്രസ് MLA ശ്രീ VT ബൽറാം, ചിന്ത ജെറോം SFI കേന്ദ്ര കമ്മിറ്റി അംഗം, മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷണമായ ശ്രീ MG രാധാകൃഷ്ണൻ, ഡോക്ടർ C രാധിക C നായർ, നിരൂപക, വിധുപ്രതാപ് ഗായകൻ, ഭാര്യയും TV അവതാരകയുമായ ദീപ്തി വിധുപ്രതാപ്, സോഷ്യൽ മീഡിയ നിരീക്ഷകൻ ആദർശ് VK. നമ്മൾ ഓരോരുത്തരും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ചേരുന്നു. ഏറ്റവും ആദ്യം ശ്രീ VT ബൽറാം, ഒരു ഫേസ്ബുക്ക് ആക്ടിവിസത്തിന്റെ പാതയിലാണോ മലയാളി? അതൊരു ആക്ടിവിസത്തിലേക്ക് ശരിയായ രീതിയിൽ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമാണുള്ളത്. താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു ലൈക്കും ഷെയറും അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് അതിൽ മാത്രമായി ഒതുങ്ങുക എന്നതിനപ്പുറത്തേക്ക് വിഷയങ്ങളെ അതിൻ്റെ കാമ്പിൽ പരിശോധിച്ച് ശരിയായ രീതിയിലുള്ള ഒരു ആശയ രൂപീകരണത്തിന് വേണ്ടി ഫേസ്ബുക്ക് പോലുള്ള മാധ്യമങ്ങളെ ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ശ്രീ MG രാധാകൃഷ്ണൻ, കേരളത്തിൽ ഭൂരിപക്ഷം ജനങ്ങളും ഒന്നല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നവരാണ്. എല്ലാവർക്കും അവരവരുടേതായ രാഷ്ട്രീയ അഭിപ്രായമുണ്ട്. നമുക്ക് ഇത്തരം സാമൂഹിക പ്രശ്നങ്ങൾ പറയാൻ നേരത്തെ തന്നെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതുപോലെ ഒരു ഫേസ്ബുക്ക് ഉള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ആവശ്യമാണോ, അല്ലെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ടോ? 13 കോടി ഇൻ്റർനെറ്റ് കണക്ഷൻ. സ്വാഭാവികമായിട്ടും ഇന്ത്യ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഏറ്റവും പറ്റിയ ഒരു രാജ്യങ്ങളൊന്നാണ്. അതിൻ്റേതായ പരിമിതികളൊക്കെ ഉണ്ട്. നഗരകേന്ദ്രിതമാണ്, പുരുഷാധിപത്യം വളരെ കാര്യമായി നിലനിൽക്കുന്ന ഒരു ഭാഗമാണ്, പിന്നെ മിഡിൽ ക്ലാസിൻ്റെ, അപ്പോൾ ഇതൊന്നും ഇല്ലാത്തൊരു വലിയ ഭൂരിപക്ഷം പുറത്തുണ്ട്. പക്ഷേ എന്നാലും ഇന്ത്യയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. കേരളത്തിൽ സ്വാഭാവികമായിട്ടും ഈ സാങ്കേതിക വിദ്യയുടെ കാര്യത്തിലായാലും ഒരു മധ്യവർഗ കേന്ദ്രീകൃത സമൂഹം എന്നുള്ള നിലയിലും ഇത് സ്വീകരിക്കപ്പെടാനും പ്രചരിക്കപ്പെടാനും വ്യാപിക്കാനുമുള്ള സാധ്യത വളരെയുണ്ട്. ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവവും ഒരല്പം മോശമായ പോലും സാന്നിധ്യം നമുക്ക് മലയാളികളുടെ നിറഞ്ഞ സാന്നിധ്യമുണ്ട് അവിടെ. പക്ഷെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മലയാളികൾ. പക്ഷെ പിന്നെയുള്ള പ്രശ്നം അപർണ പറഞ്ഞ പോലെ എവിടെയാണ് ഇത് ഏറ്റവും സജീവമായത്? സംഘടിതമായിട്ടുള്ള രാഷ്ട്രീയ ജനകീയ പ്രസ്ഥാനങ്ങൾ കുറഞ്ഞ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ജനകീയ പ്രശ്നങ്ങളിൽ വളരെ ആഴത്തിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പങ്കെടുക്കാത്ത അല്ലെങ്കിൽ പിന്നെ ഏറ്റെടുക്കാത്ത ഒരു സമൂഹത്തിൽ, ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെ പറഞ്ഞു, അല്ലെങ്കിൽ ഡൽഹി പോലെയുള്ള വൻ നഗരങ്ങളിൽ ഒരു ആംഗല മാധ്യമം ഒരു പക്ഷേ സാധാരണക്കാരുടെ പ്രശ്നങ്ങളുമായിട്ട് ബന്ധം കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവയെല്ലാം ഏറ്റെടുക്കാനൊരു വേദി ഉയർന്നു. കേരളത്തിൽ പക്ഷേ തിരിച്ചാണ്. അപ്പോൾ ഇനി ഇതിനെവിടെയാണൊരു വേദി എന്ന് പറയുന്നത്? ഈ വേദിക്കൊരു സാധുത എന്താണ്, പ്രസക്തി എന്താണെന്നുള്ളത് കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു. സാന്നിധ്യം സജീവമാണ്, പക്ഷേ അത് ക്രിയാത്മകമാണോ? ഒരുപക്ഷെ മുല്ലപ്പെരിയാർ ഇഷ്യൂവിൽ ഫേസ്ബുക്ക് പോലൊരു കൂട്ടായ്മ അന്ന് സംഘടിച്ച പോലെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ പുതിയ മുല്ലപ്പെരിയാർ ഡാം കിട്ടുമായിരുന്നു. അത്രയ്ക്കായിരുന്നു അന്ന് അതിൻ്റെ ആവേശമൊക്കെ. ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്തി, എറണാകുളം ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ പോലും നിർത്തി ജയിപ്പിക്കാനാകുമോ എന്നൊക്കെ പറഞ്ഞ ചർച്ചകൾ. അപ്പോൾ എന്തായാലും എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഈ കൂട്ടത്തിൽ പാടാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. കൂട്ടത്തിൽ പാടാൻ ഒരു പ്രശ്നവുമില്ല, കാരണം നമ്മുടെ ശബ്ദം ഒച്ചത്തിൽ കേൾക്കില്ല, ശബ്ദത്തിൻ്റെ അപശ്രുതി അറിയില്ല. അപ്പോൾ നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു നമുക്ക് ഈ കൂട്ടത്തിൽ പാട്ടുകാരാണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ ലൈക്കിലും ഷെയറിലും കമൻറ്റിലും ഒതുങ്ങുന്ന ആ കമൻറ്റ് തന്നെ തീരെ ഒരു വ്യക്തിയെ അവഹേളിക്കുന്ന തരത്തിൽ, പുച്ഛിക്കുന്ന തരത്തിൽ കമൻറ്റ് ഇടുക, നല്ല കാര്യം പറഞ്ഞാൽ പോലും അങ്ങനെ ചെയ്യുന്ന ഒരു കൂട്ടായ്മ മാത്രമാണ് പലപ്പോഴും. നല്ലതില്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഭൂരിപക്ഷ സ്ഥലത്തും നമുക്ക് തോന്നുന്നത്, അത് വായിച്ചു വരുമ്പോൾ അറിയാൻ പറ്റും, എന്ത് നല്ല കാര്യം പറഞ്ഞാലും ഇതാണ് മലയാളിയുടെ ഒരു പൊതു സ്വഭാവം. തീർച്ചയായും ശ്രീ മധുബാൽജി, ക്രിയാത്മകമായ ഇടപെടൽ മലയാളി ഫേസ്ബുക്കിൽ നടത്തുന്നുണ്ട്. ക്രിയാത്മകമായ ഇടപെടൽ മലയാളി ഫേസ്ബുക്കിൽ നടത്തുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ മലയാളിക്കൊരു സ്വഭാവമുണ്ടല്ലോ, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ കയറി പറയുക എന്നുള്ളത്. ആ ഒരു രീതിയിൽ മലയാളി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കേരളത്തിലെ മലയാളി ഒരാൾ പോലും ഈ രീതിയിൽ ഫേസ്ബുക്കിൻ്റെ കൂടെ നിൽക്കുന്നവരല്ല. പക്ഷേ കേരളത്തിന് വെളിയിലുള്ള മലയാളികൾ വളരെ സജീവമായിട്ട് ഇടപെടുന്നുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഏതൊരു ഇഷ്യൂ വരുമ്പോഴും വളരെ കൃത്യമായ ഉത്തരങ്ങളോ കൃത്യമായ ചോദ്യങ്ങളോ അവർക്കുണ്ടാവാറുണ്ട്.
പക്ഷേ ഇതിനെ നേരെ വിപരീതമായിട്ടാണ് കേരളത്തിലെ മലയാളികൾ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മലയാളികളിൽ എനിക്ക് വിശ്വാസമില്ല. അത്തരം മലയാളികളെ കൊണ്ട് ഒരു കാര്യവും ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്നെനിക്ക് നല്ല ബോധ്യവുമുണ്ട്. ഞാൻ കണ്ടുവരുന്ന ഫേസ്ബുക്ക് എന്ന് പറയുന്ന മീഡിയത്തിൽ ഞാൻ കണ്ടുവന്നപ്പോഴുള്ള മുഴുവൻ രീതികളും ആ രീതിയിലാണ്. അതുകൊണ്ട് ഒരു ക്രിയാത്മകമായ ചർച്ചയൊന്നും കേരളത്തിലെ മലയാളികളിൽ നിന്നും പ്രതീക്ഷിക്കണം. ഇപ്പോൾ നമ്മൾ ഒരു ചെറിയ പ്രതികരണമായാൽ പോലും അതിനെ വളരെ പോസിറ്റീവായി കാണണം എന്നതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മൾ പറയാറുള്ളത് സ്ത്രീധനം മേടിച്ചാണ് കല്യാണം കഴിച്ചതെങ്കിലും സ്ത്രീധനത്തിനെതിരെ പറയുന്നുണ്ടല്ലോ എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. അതേപോലെ ഇറങ്ങി പൊതുവായിട്ട് ഒരു പ്രകടനത്തിലോ ഒന്നും പങ്കെടുക്കുന്നില്ലെങ്കിലും അരാഷ്ട്രീയരെന്ന് നമ്മൾ മുദ്ര കുത്തിയിരുന്ന ഒരു സമൂഹം ഇത്തരം വിഷയങ്ങളിൽ ചെറിയ തോതിലെങ്കിലും ഇടപെടുന്നത് നമ്മൾ വളരെ പോസിറ്റീവായി കാണണം എന്നതാണ്. എത്ര വിഷയങ്ങളിൽ കേരളം ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എത്ര വിഷയം കേരളത്തിന് ചർച്ചാ വിഷയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ആദർശിന് പറയാൻ കഴിയും, ഏറെക്കാലമായി ഫേസ്ബുക്കിൽ നഴ്സിംഗ് സമരം മാറ്റി നിർത്തിയാൽ എത്ര വിഷയങ്ങൾ ഫേസ്ബുക്കിലൂടെ കേരളത്തിന് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇവിടെ മധുവാൽ സാർ സൂചിപ്പിച്ചതുപോലെ ഇത് വളരെ മലയാളി കൃത്യമായി ഇടപെടുന്നില്ല എന്നൊക്കെ പറയുന്ന പോലെ ക്രിയാത്മകമായി ഇടപെടുന്നില്ല എന്നൊക്കെ പറയാൻ നേരത്ത് എന്താണ് ക്രിയാത്മകത? ഇവിടെ ഒരു വലിയ ജനക്കൂട്ടമാണ്. നമുക്ക് അത്തരം വിഷയങ്ങളുടെ ഒരു കണക്കെടുത്താൽ ഒരു രണ്ട് വർഷമായിട്ട് ഫേസ്ബുക്ക് ചർച്ച ചെയ്യപ്പെടുന്ന മലയാളികൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ എടുത്താൽ എത്ര വിഷയങ്ങൾ, ഏതെല്ലാം വിഷയങ്ങൾ എടുത്തു പറയാൻ കഴിയും? ഇന്ത്യ അഗൻസ്റ്റ് കറപ്ഷൻ ഗ്രൂപ്പ് വളരെ വ്യാപകമായി സംഘം ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ഗ്രൂപ്പ്, നേരത്തെ പറഞ്ഞ മുല്ലപ്പെരിയാറിന്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട ഒരു ഗ്രൂപ്പുണ്ട്. ഒരു ഗ്രൂപ്പല്ല, ഒരു വലിയ അഭിപ്രായം അതിനകത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിനൊക്കെ സൗമ്യവാദം പോലും നമുക്ക് ഫേസ്ബുക്കിൽ ചർച്ചാ വിഷയമാക്കാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിൽ ഒരു പക്ഷേ അന്ന് ഫേസ്ബുക്ക് ഇത്രയും സജീവ സാന്നിധ്യം അല്ലായിരുന്നിരിക്കും. ഡൽഹി സഭ പോലെ ഒരിക്കലും നമുക്ക് സൗമ്യവാദം മലയാളികൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇതിനകത്ത് ടെക്നോളജി ഉപയോഗിക്കുന്ന ഒരു ക്രീമായിട്ടുള്ള ഒരാൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത്. ഇവർക്ക് മാർജിനലൈസ് ചെയ്യപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രശ്നമൊന്നും തങ്ങളുടേതായ പ്രശ്നമായി അവതരിപ്പിക്കുന്ന കണ്ടിട്ടില്ല. ഫേസ്ബുക്കിന്റെ ഒരു നല്ല വശത്തെടുത്ത വിധു എന്താണ് തോന്നുന്നത്? വ്യക്തിപരമായി ഫേസ്ബുക്കിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇദ്ദേഹം ആദർശ് പറഞ്ഞ പോലെ നമുക്ക് ഉള്ളിലോട്ട് ഇറങ്ങി ചെന്നിട്ടില്ല ഇതുവരെ ഈ എന്താ പറയുക ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സംഭവങ്ങൾ. കേരളത്തിന്റെ വിഷയങ്ങൾ ഫേസ്ബുക്കിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? ദീപ്തിക്ക് എന്ത് തോന്നുന്നു? ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എല്ലാം ഉണ്ടാവത്തില്ലായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു യങ്സ്റ്റേഴ്സ് അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസിനെ പറ്റി ഒരുപാട് അങ്ങോട്ട് ശ്രദ്ധിക്കാത്തവരും ഉണ്ട്. പക്ഷേ അതേസമയം ഫേസ്ബുക്കിൽ ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യുന്നവരായിരിക്കും. ഇപ്പോൾ ഒരു 10 പേര് ഒന്നിച്ചിരിക്കുകയാണെങ്കിൽ ആ 10 പേര് ചിലപ്പോൾ 10 ലോകത്തായിരിക്കും ഇരിക്കും. കാരണം ഇപ്പോൾ എല്ലാവരുടെയും ഫോണിൽ വരെ ഫേസ്ബുക്ക് ഉണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയേക്കുന്നൊരു കാര്യം, ഒന്നിച്ച് 10 പേരിരുന്ന് സംസാരിച്ച് സ്പെൻഡ് ചെയ്യേണ്ട ടൈം മുഴുവൻ ഇവർ 10 ലോകത്തിരുന്ന് സ്പെൻഡ് ചെയ്ത് കളയാണ്. പക്ഷെ അതിലൂടെ ഒരുപാട് കാര്യങ്ങൾ, ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇവർ അറിയുന്നുണ്ട്. ഫേസ്ബുക്കിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവിടുന്ന പുതിയ തലമുറ എന്താണ് പറഞ്ഞത്? കേരളത്തിന്റെ എന്തെല്ലാം വിഷയങ്ങളാണ് അടുത്ത കാലത്ത് ഫേസ്ബുക്കിൽ ചർച്ചാ വിഷയമായി വന്നത്? ഓർത്ത് പറയാൻ സാധിക്കുമോ? ഏതെല്ലാം വിഷയങ്ങൾ? നമ്മുടെ വിഷയങ്ങൾ വന്നിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ വധവും മുല്ലപ്പെരിയാർ ഇഷ്യൂ അതുപോലുള്ള വിഷയങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ. കൂടുതൽ ഇതുപോലെ നമ്മുടെ സൗമ്യ വധക്കേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഫേസ്ബുക്ക് ചർച്ച ചെയ്തിട്ടില്ല. കാരണം അന്നും ഈ ഫേസ്ബുക്ക് ഉണ്ട് കേരളത്തിൽ. പക്ഷേ ഇത്രയ്ക്കും സജീവമല്ലായിരുന്നു. മറിച്ചൊരു അഭിപ്രായമുണ്ടോ? ഫേസ്ബുക്കിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും യഥാർത്ഥത്തിൽ. പക്ഷേ കൂട്ടത്തിൽ ശബ്ദിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ. കൂട്ടത്തിൽ ശബ്ദിക്കാൻ ഫേസ്ബുക്കിലൂടെ സാധിക്കുന്നുണ്ടല്ലോ. കേരളത്തിന്റെ പ്രധാന സാമൂഹിക പ്രശ്നങ്ങൾ, 2 വർഷമായി കേരളം അഭിമുഖീകരിച്ച സാമൂഹിക പ്രശ്നങ്ങൾ ഇപ്പോഴും പുതിയ തലമുറയ്ക്ക് ഫേസ്ബുക്കിലൂടെ എത്തിയെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അങ്ങനെ എത്തിയെന്ന് പറയാറായിട്ടില്ല. പക്ഷേ വളരെ വ്യക്തമാണ്, ചുവരെഴുത്ത് വളരെ കൃത്യമാണ്. കാരണം നമ്മുടെയൊക്കെ പ്രത്യേകിച്ച് ഇടത്തരക്കാരുടെ കുടുംബങ്ങളിൽ കമ്പ്യൂട്ടറുമായിട്ട് ഒരു പ്രാഥമിക പരിചയമെങ്കിലും ഉള്ള കുട്ടികൾ ഫേസ്ബുക്കിൻ്റെ ഇരകളോ അല്ലെങ്കിൽ അതിൻ്റെ വളരെ അതിൻ്റെ ആരാധകരോ ഒക്കെ ആയി കഴിഞ്ഞു എന്നുള്ളതിനെപ്പറ്റി സംശയമേ ഇല്ല. മറ്റു മാധ്യമങ്ങൾ കൂടെ അനുഭവവേദ്യമല്ലാത്തൊരു കാര്യം ഇൻ്ററാക്ഷനുള്ള സാധ്യതയാണ്. കാരണം ഇതിലൂടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും അതിൻ്റെ തൃപ്തിയും അതിൻ്റെ ആനന്ദവും ഉൾക്കൊള്ളുന്നത്. നമ്മൾ ഇന്നൊരു അഭിപ്രായം പറയുന്നു, ആ അഭിപ്രായത്തിന് ഒരുപക്ഷെ വിമർശനമായാലും പ്രശംസയായാലും ആ നിമിഷം ലോകത്തിൻ്റെ എവിടെയോ ഇരുന്ന് അല്ലെങ്കിൽ ഭൂമിയുടെ ഏതോ മൂലക്കിരുന്ന് ഒരാൾ അതിന് പ്രതികരിക്കുന്നു. ഈ സമാന ഹൃദയരുണ്ടാക്കുന്നതാണ് ഏറ്റവും വലിയ ആവേശം എന്ന് പറയുന്ന പോലെ. എവിടേക്കോ സംസാരങ്ങൾ അത് ഇന്നടത്ത് പോയി വീഴുന്നു, അതിന് പ്രതികരണം ഉണ്ടാകുന്നു. അത് മനുഷ്യന് നൽകുന്ന ഒരു സന്തോഷം, അതാണ് വാസ്തവത്തിൽ ഈ ഇന്റർനെറ്റ് പോലെയുള്ള സോഷ്യൽ മീഡിയ പോലെയുള്ള ഏറ്റവും വലിയ രസം. 140 MLA-മാർക്ക് ഐപാഡ് നൽകിയിട്ടുള്ള സംസ്ഥാനം. ഇത്തരം ഓൺലൈൻ ടെക്നോളജി അസംബ്ലിയിൽ ഉപയോഗിക്കാൻ അനുമതിയുള്ള ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം. ഒരു VT ബൽറാം അല്ലെങ്കിൽ 1, 2, 3 പേർ മാറ്റി നിർത്തിയാൽ ഭൂരിപക്ഷം എന്തുകൊണ്ട് ഇപ്പോഴും ഇതിന് മുഖം തിരിഞ്ഞു നിൽക്കുന്നു? 1-2 ആളുകളൊന്നുമല്ല. എനിക്ക് എൻ്റെ അറിവിൽ തന്നെ ഏതാണ്ട് 10-20ഓളം MLA-മാർ വളരെ സജീവമായി ഫേസ്ബുക്കിലും അത്തരത്തിലുള്ള ഈ ഓൺലൈൻ മാധ്യമങ്ങളിലും വളരെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ വിഷയങ്ങൾ
ഒരുപാട് പരപ്പിൽ ചർച്ച ചെയ്യുന്നുണ്ട്, പക്ഷേ ആഴത്തിൽ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള ഒരു വിഷയം എല്ലാവരും സൂചിപ്പിച്ചതിനോട് എനിക്ക് യോജിപ്പാണ്. പക്ഷേ വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഒരു പക്ഷേ VT ബൽറാമോ ചിന്തയോ എഴുതിയതിൽ കിട്ടിയതിൽ കൂടുതൽ ലൈക്ക് ആയിരിക്കും ഈ വരുന്ന കമന്റിന്. കാര്യം കമന്റ് കുറിക്ക് കൊള്ളുന്ന കമന്റ് ആയിരിക്കും വരുന്നത്. അതായത് മാർക്കറ്റിങ്ങിന് വേണ്ടിയാണ് ഈ രാഷ്ട്രീയക്കാരും ഇപ്പോൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് അവർ മാർക്കറ്റിംഗിന്റെ രീതിയിൽ പലവരുടെ പേരിൽ കമന്റുകളൊക്കെ രേഖപ്പെടുത്താം. മാർക്കറ്റിംഗ് ആണോ?